കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹോവയാം ദൈവം സിയോനും യാക്കോബിൽ അതിക്രമം വിട്ടുതിരിയുന്നവർക്കും വീണ്ടെടുപ്പുകാരനായി വരുമെന്ന് അരുളി ചെയ്തിട്ട് അവരോട് ചെയ്തൊരു ഉടമ്പടിയുണ്ട്. അവരുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ, അവരുടെ വായിൽ കൊടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ അവരുടെ വായിൽ നിന്നും, അവരുടെ സന്തതിയുടെ വായിൽ നിന്നും, അവരുടെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും വിട്ടുപോകയില്ല എന്ന്. അത് പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്രിസ്തു യേശുവിലൂടെ ആ വാഗ്ദത്തം നമ്മൾ നിവർത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നാം കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ഈ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമെങ്കിൽ നാം വാവുകൊണ്ട് പറയുന്നത് നാം നമ്മുടെ കണ്ണുകൊണ്ട് കാണും. അതിന് യാതൊരു സംശയവുമില്ല. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന, ആത്മീയ വിഷയങ്ങൾക്കായിട്ടുള്ള പ്രാർത്ഥന, നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മുടെ കാലശേഷമല്ല, നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുകൊണ്ട് കാണും. അതുകൊണ്ട് തന്നെ നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ക്രിസ്തു യേശുവിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ മക്കളുടെ മേലും, നമ്മുടെ മക്കളുടെ മേലും, നമ്മളുടെ കാൽപ്പാദങ്ങൾ ചവിട്ടുന്ന ഇടങ്ങളിൽ, സ്ഥലങ്ങളിൽ, കൂട്ടായ്മകളിലൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്നു കൊടുപ്പാൻ നാം പ്രാർത്ഥിക്കുമെങ്കിൽ അത് സംഭവിച്ചിരിക്കും. യേശുവിൻ്റെ ശിഷ്യന്മാരിലൂടെ ലോകം മുഴുവൻ കർത്താവിനെ വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇത് നാം ഒപ്പം തന്നെ ക്രിസ്തു യേശുവിലൂടെ ചെയ്യുവാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാവും. യേശുവിൻ്റെ ശിഷ്യന്മാരിലൂടെ നിവർത്തിക്കപ്പെട്ടുവെങ്കിൽ വിശ്വസിക്കുന്ന ദൈവമക്കളിലൂടെ അവൻ്റെ വരവോളം ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. നാം പറയുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് നാം കാണത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ.